In this video, let's discuss the preparation of tender or quotation. ഇവിടെ നമ്മളൊരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒരു പാസ് കോസ്റ്റ് ഷീറ്റ് എഴുതും, അതായത് ഒരു ബേസ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം നമ്മൾ ടെൻഡർ ഓർ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ബേസ് ഇൻഫർമേഷനായിട്ട് തന്നിരിക്കുന്നത്. ആ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിൽ നമ്മളൊരു ടെൻഡർ പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതായത് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഫ്രിജറേറ്റേഴ്സാണ്. അപ്പം കഴിഞ്ഞ വർഷം 2014 അക്കൗണ്ടിങ് ഇയറിൽ അവർ 1000 റെഫ്രിജറേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ആ റെഫ്രിജറേറ്റേഴ്സിൻ്റെ ഇൻകവും എക്സ്പെൻസും ഒക്കെയാണ് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, അതായത് ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അതിലെടുക്കുന്ന എല്ലാ എക്സ്പെൻസും ഇൻകവും നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കണം എന്നില്ല. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചോണം. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കോസ്റ്റ് ഷീറ്റിലും യൂസ് ചെയ്യാറുള്ളതാണ്. നാളൊരു ദിവസം ഒരു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ എക്സ്പെൻസും ഇൻകവും നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കില്ല. കോസ്റ്റ് ഷീറ്റിൽ എടുക്കുന്ന കുറേ എക്സ്പെൻസും ഇൻകവും നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോണം ഇതുപോലുള്ള പ്രോബ്ലം ചെയ്യാൻ നേരം. ഇവിടെ ആ ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന എക്സ്പെൻസുകളെല്ലാം തന്നെ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2014. ഇവിടെ നമ്മൾ 1000 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഐറ്റം ഇസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. 1000 റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കമ്പനി ഇൻകർ ചെയ്ത് മെറ്റീരിയൽ കോസ്റ്റ് 80,000 rupees. പിന്നെ ഡിറക്റ്റ് വേജസ് 1,20,000. ദെൻ മാനുഫാക്ചറിങ് കോസ്റ്റ് മീൻസ് ഫാക്ടറി ഓവർ ഹെഡിനെയാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് 50,000. ദെൻ സെയിൽസ് ഫിഗർ, അതായത് ഈ 1000 റെഫ്രിജറേറ്റർ വിറ്റപ്പോൾ അവർക്ക് കിട്ടിയ സെയിൽസ് ഫിഗർ എന്ന് പറയുന്നത് 4 lakh rupees ആണ്. സോ ദേ ഗോട്ട് എ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് 1,50,000 rupees. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ടിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഐറ്റം ഇസ് മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റാഫ് സാലറി. എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ എപ്പോഴും എക്സ്പെൻസ് ആണ് തരുന്നത് P&L അക്കൗണ്ടിൻ്റെ. മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് സാലറി വിൽ അപ്പിയർ ഇൻ അഡ്മിൻ ഓവർ ഹെഡ്. കോസ്റ്റ് ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് അഡ്മിൻ ഓവർ ഹെഡിൻ്റെ അണ്ടറിലാണ് നമ്മൾ എഴുതാറുള്ളത്. പിന്നീട് റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് 10,000 rupees. ദാറ്റ് വിൽ ഓൾസോ കം അണ്ടർ അഡ്മിൻ ഓവർ ഹെഡ്. ദെൻ സെല്ലിംഗ് എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരും 30,000 rupees. ദെൻ ജനറൽ എക്സ്പെൻസ് നമ്മൾ സാധാരണ അഡ്മിൻ ഓവർ ഹെഡിൻ്റെ അണ്ടറിലാണ് എഴുതാറുള്ളത്. ദാറ്റ് ഇസ് 20,000. ദെൻ ദേ ഗോട്ട് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹30,000. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ തന്നിരിക്കുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഒരു ഇൻകം ഉള്ളൂ, സെയിൽ. ഇതും നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഓരോ എക്സ്പെൻസും നമ്മൾ റീഡ് ഔട്ട് ചെയ്തപ്പോൾ എല്ലാ എക്സ്പെൻസുകളും നമ്മൾക്ക് എവിടെ കാണിക്കാവുന്നതാണ്? കോസ്റ്റ് ഷീറ്റിലും കാണിക്കാവുന്നതാണ്. നേരെ മറിച്ച് ഇവിടെ ഒരു ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് തന്നിരുന്നെങ്കിൽ P&L അക്കൗണ്ടിൽ കാണിക്കാം, ബട്ട് വി കനോട്ട് ഷോ ഇറ്റ് ഇൻ കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ അത് ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കരുത്, എവിടെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല? കോസ്റ്റ് ഷീറ്റിൽ. ഓക്കെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം P&L അക്കൗണ്ടിൽ തന്നിരുന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ കോസ്റ്റ് ഷീറ്റിൽ എഴുതാൻ പാടില്ല. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇറ്റ്സ് ആൻ ഇൻകം, അതും എഴുതാൻ പാടില്ല. അപ്പോൾ അത് ഓർത്തോണം. P&L അക്കൗണ്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിന് ഏതൊക്കെ നമുക്ക് കോസ്റ്റ് ഷീറ്റിലോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് തന്നിരുന്ന ബേസ് ഇൻഫർമേഷൻ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതിപ്പം 1000 റെഫ്രിജറേറ്റർ അവർ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ആക്ച്വൽ കോസ്റ്റും ഇൻകം ഒക്കെയാണ് തന്നിരുന്നത്. ഇനി നമ്മളുടെ പറയുന്നത് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2014 ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ്, അതായത് ഈ വർഷം കഴിഞ്ഞപ്പോൾ കമ്പനി കുറച്ച് എസ്റ്റിമേറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ് വിൽ ബി 1,200 റെഫ്രിജറേറ്റേഴ്സ്. ഇനി തൊട്ട്, കഴിഞ്ഞ വർഷമായിരുന്നു 1000 റെഫ്രിജറേറ്റർ. ഇനി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി തൊട്ട് നമ്മൾ 1,200 റെഫ്രിജറേറ്റേഴ്സ് വിൽക്കാൻ സാധിക്കുമായിരിക്കും. പിന്നീട് പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ് വിൽ ഗോ അപ്പ്
by 20% on the level of previous year. അതായത് ലാസ്റ്റ് ഇയറിനെക്കാട്ടിലും ഇപ്രാവശ്യം മെറ്റീരിയൽ കോസ്റ്റ് കൂടും, 20% കൂടുന്നവർ എക്സ്പെക്റ്റ് ചെയ്യുവാണ്. പിന്നീട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം, വേജസ് വിൽ റൈസ് ബൈ 5%, വേജസും കൂടും. ഓക്കെ, ദെൻ മാനുഫാക്ചറിങ് കോസ്റ്റ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. അതായത് മെറ്റീരിയലും വേജസും കൂടുന്നതനുസരിച്ച് എന്തും കൂടും എന്നാണ് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റും കൂടും എന്നാണ്. സെയിം പ്രൊപ്പോർഷനിലാണ് കൂടുന്നത്, അവിടെ ഇൻക്രീസും ഡിക്രീസും അല്ല, പ്രൊപ്പോർഷൻ വിൽ ബി സെയിം. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മെറ്റീരിയൽ ആൻഡ് വേജിൻ്റെ എത്ര ശതമാനമായിരുന്നു ഫാക്ടറി ഓവർഹെഡ്, ആ സെയിം പെർസെൻറ്റേജ് തന്നെ ഈ പ്രാവശ്യം ആവും എന്നാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് സെല്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ റിമെയിൻ സെയിം. സെല്ലിംഗ് എക്സ്പെൻസ് ഒരു യൂണിറ്റിന് പണ്ട് എത്ര ആയിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും. പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അതർ എക്സ്പെൻസ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. വേറെ കുറേ എക്സ്പെൻസ് നമ്മൾ കണ്ടില്ലേ, റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ഇൻഷുറൻസ്, ജനറൽ എക്സ്പെൻസ്, അങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അത് ചിലപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ആയിരുന്നു കാണും. നമ്മൾ 1000 റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്താലും 1200 പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സ്ഡ് കോസ്റ്റ് വിൽ റിമെയിൻ സെയിം. അതുകൊണ്ടാവാം ബാക്കിയുള്ള എക്സ്പെൻസ് സെയിം ആണെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യു ആർ റിക്വയർഡ് ടു സബ്മിറ്റ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ റെഫ്രിജറേറ്റർ ഷുഡ് ബി മാർക്ഡ് has to show a profit of 10% on selling price. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നമുക്ക് ഓൾറെഡി 1000 റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത ഇൻഫർമേഷൻ ഉണ്ട്, അത് വെച്ചുകൊണ്ട് അതിൻ്റെ സഹായത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, 1200 റെഫ്രിജറേറ്ററാണ് നമ്മൾ ഇനി കമ്മിങ് ഇയറിൽ വിൽക്കാൻ പോകുന്നത് എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റുകൾ കുറേ കോസ്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഒരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുമ്പം പ്രോഫിറ്റ് എന്തായിരിക്കണം എന്ന് പറയുന്നത്, 10% ഓൺ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കണം പ്രോഫിറ്റ്. അതായത് മാർജിൻ്റെ ബേസിലാണ് സെല്ലിംഗ് പ്രൈസ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു വേർഡ് മാർക്ക്ഡ് എന്ന് ഷുഡ് ബി മാർക്കറ്റഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, മാർക്കറ്റഡ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ 10% പ്രോഫിറ്റിനാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ഫിക്സ് ചെയ്യുന്നത് മാർജിൻ്റെ ബേസിലാണ്. ദാറ്റ് മീൻസ് സെയിൽസ് ഷുഡ് ബി 100 ഹിയർ. ഓക്കെ, ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ്ലി നമുക്ക് ടെൻഡർ ഓർ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ബേസ് കോസ്റ്റ് ഷീറ്റ് വേണം. അതിൻ്റെ സഹായത്തിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിൻ്റെ ഹെൽപ്പോട് കൂടിയേ നമുക്ക് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് 1000 റെഫ്രിജറേറ്റേഴ്സിൻ്റെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടുള്ള കോസ്റ്റ് ഷീറ്റ്. അതായത് ഇവിടെ നിന്ന് നിങ്ങൾ ഇൻഫർമേഷൻ എടുത്ത് വെച്ചുകൊണ്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ബേസ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് അറിയാം അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെയില്ല ബേസ് കോസ്റ്റ് ഷീറ്റിൽ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കോളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഉറപ്പായിട്ടും പറ്റും. കാരണം ആദ്യത്തെ ഇൻഫർമേഷനിൽ അവർ പറയുന്നുണ്ട് ദേ ആർ പ്രൊഡ്യൂസിങ് 1000 റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ കോസ്റ്റാണ് തന്നിരിക്കുന്നത്. 1000 റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന ഇൻഫർമേഷനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 1000 പ്രൊഡ്യൂസ് ചെയ്ത് 1000 തന്നെ വിൽക്കുന്നു. ദർ ഇസ് നോ ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് റെഫ്രിജറേറ്റർ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഏത് കോളവും പ്രൊവൈഡ് ചെയ്യണം, പെർ യൂണിറ്റ് കോസ്റ്റ് കോളവും പ്രൊവൈഡ് ചെയ്യണം. പെർ യൂണിറ്റ് കോസ്റ്റ് കോളം പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിലോ അല്ലെങ്കിൽ വേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്പെൻസിൽ ഇൻക്രീസ് ഡിക്രീസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെർ യൂണിറ്റ് കോസ്റ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതിയാവും. ഓക്കെ, സോ ഫസ്റ്റ് ഇൻഫർമേഷൻ ഇസ് ആദ്യം കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31 December 2014. ഇവിടെ വേണമെങ്കിൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എത്ര 1000 റെഫ്രിജറേറ്റേഴ്സാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇൻഫർമേഷൻ, മെറ്റീരിയൽ കോസ്റ്റ്, ദ ഡിറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇവിടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എഴുതിയിരിക്കുന്നു ക്വസ്റ്റനിൽ. ആ നിങ്ങൾക്ക് തരുന്ന ട്രേഡിംഗ് ആൻഡ് P&L തന്നിട്ടുണ്ടായിരുന്നു കണ്ടേ. മെറ്റീരിയൽ കോസ്റ്റ് 80, വേജസ്, ഇതെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഫിഗേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് 80,000 ഫോർ 1000 റെഫ്രിജറേറ്റർ എങ്കിൽ ഒരു യൂണിറ്റിന് ഒരു റെഫ്രിജറേറ്ററിന് എത്ര ആണ്? എന്ത് ചെയ്താൽ മതി, 80,000 ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് ഇസ് ഈക്വൽ ടു 80 rupees ഫോർ 1 യൂണിറ്റ്. അതായത് മെറ്റീരിയൽ കോസ്റ്റ് ഫോർ 1 യൂണിറ്റ്, ഒരു റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലുള്ള മെറ്റീരിയൽ കോസ്റ്റ് 80 rupees ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡിറക്റ്റ് വേജസ്. ടോട്ടൽ ഡിറക്റ്റ് വേജസ് ഫോർ 1000 റെഫ്രിജറേറ്റർ ഇസ് 1,20,000 എങ്കിൽ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേജ് എന്ത് ചെയ്താൽ മതി, 1,20,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെഫ്രിജറേറ്റർ. ഇവിടെ 1000 റെഫ്രിജറേറ്റർ അല്ലേ, സോ 120. ഡിറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് 2 ഡിറക്റ്റ് കോസ്റ്റുകളേ ഉള്ളൂ, മെറ്റീരിയലും വേജും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 2 lakh rupees, അതായത് 1000 റെഫ്രിജറേറ്ററിന്. എങ്കിൽ ഒരെണ്ണത്തിന് എന്ത് ചെയ്താൽ മതി, 2 lakh ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് ഇസ് 200 rupees ഫോർ 1 റെഫ്രിജറേറ്ററിന് കിട്ടി. ഇനി അടുത്തത് എന്താണ്,
പ്രൈം കോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നുള്ള പേരിൽ. ഇറ്റ്സ് 50,000. ഇത് 1000 എണ്ണത്തിനാണ് എങ്കിൽ ഒരെണ്ണത്തിന് എന്ത് ചെയ്താൽ മതി, 50,000 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് 50 rupees. അങ്ങനെ നമുക്ക് പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർ ഹെഡും കിട്ടി. ദെൻ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് വർക്ക് കോസ്റ്റ് എത്ര വന്ന് 2,50,000 rupees, പെർ യൂണിറ്റ് 250 rupees. ഇനി അടുത്തത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അതിൽ ഓരോ ഐറ്റംസും എടുത്ത് എഴുതുക. അതായത് ട്രേഡിംഗ് ആൻഡ് P&L, അത് P&L പാർട്ടിൽ നിന്നാണ് വരുന്നത്. ഏതൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്, മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് സാലറി, റെൻറ്റ് റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്, ജനറൽ എക്സ്പെൻസ്. അതിൻ്റെ ടോട്ടൽ എഴുതിയിട്ട് പെർ യൂണിറ്റ് ചെയ്തെടുക്കുക. പെർ യൂണിറ്റ് കോസ്റ്റ് കോളത്തിൽ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മൾ വർക്ക് കോസ്റ്റും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വന്നു, 3,40,000 rupees for 1,000 refrigerator, and for 1 refrigerator 340 rupees, 340 രൂപയാണ്. ഓക്കെ, ഇനി എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റെഫ്രിജറേറ്റർ ഒന്നും ഇല്ലല്ലോ, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതായത് 1000 പ്രൊഡ്യൂസ് ചെയ്ത് 1000 നമ്മൾ വിറ്റു. ഓക്കെ, ഇനി അടുത്ത കോസ്റ്റിലോട്ട് പോവാം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എത്രയാണെന്ന് സെല്ലിംഗ് എക്സ്പെൻസ് എന്നുള്ള പേരിലാണ് തന്നിരിക്കുന്നത്, 30,000. ദിസ് ഇസ് ഫോർ 1,000 refrigerator, then how much for 1? അപ്പോൾ 30 കിട്ടും. 30,000 ഡിവൈഡ് ബൈ 1,000, ദാറ്റ് ഇസ് 30 rupees for 1 unit. സെല്ലിംഗ് കോസ്റ്റാണ്. ഇനി എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡും കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കോസ്റ്റ് കിട്ടും. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1,000 refrigerator came to 3,70,000 rupees, and for 1 refrigerator 370 rupees. ഇത്രയാണ് കിട്ടിയത്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്, പ്രോഫിറ്റും വേണം സെയിൽസും വേണം. ഇതിലേതെങ്കിലും ഫിഗർ അറിയാം, നമുക്ക് രണ്ടും അറിയാം. ഓക്കെ, സെയിൽസും അറിയാം പ്രോഫിറ്റും അറിയാം. പക്ഷേ ഒരു കാര്യം, ഇവിടെ പ്രശ്നമില്ല, നമ്മൾ ട്രേഡിംഗ് ആൻഡ് P&L പ്രോഫിറ്റ് തന്നെ ആവണമെന്നില്ല, കോസ്റ്റ് ഷീറ്റിലെ പ്രോഫിറ്റ്. കാരണം എന്ന് വെച്ചാൽ ട്രേഡിംഗ് ആൻഡ് P&L എടുക്കുന്ന എല്ലാ എക്സ്പെൻസുകളും ഇൻകവും നമുക്ക് എവിടെ എടുക്കാൻ സാധിക്കില്ല, കോസ്റ്റ് ഷീറ്റിൽ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കെയർഫുള്ളായിരിക്കണം ആ പ്രോഫിറ്റിനെ എടുത്ത് കോപ്പി ചെയ്യാൻ നേരം. സെയിൽസിന് പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ സേഫ് എന്ന് പറയുന്നത് സെയിൽസ് ഫിഗർ കോപ്പി ചെയ്ത് വെക്കുമെന്നാണ്. നമുക്ക് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ വരാനുള്ള ഒരു ചാൻസ് അതാണ്, സെയിൽസ് ഫിഗർ കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പ്രോബ്ലം ഇല്ല. കാരണം എന്താണ്, P&L അക്കൗണ്ടിൽ കാണിച്ച, അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് P&L കാണിച്ച എല്ലാ ഇൻകവും എക്സ്പെൻസും നമ്മൾ എവിടോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, കോസ്റ്റ് ഷീറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ പ്രോഫിറ്റ് റിമെയിൻസ് സെയിം, രണ്ടുപേരുടെയും പ്രോഫിറ്റ് സെയിം ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓർത്തോണം ഈ പോയിന്റ് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് 30,000, സെയിൽസ് 4 lakh. വി ഗോട്ട് ദി ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഷീറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബേസ് കോസ്റ്റ് ഷീറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, ടെൻഡർ ഓർ കൊട്ടേഷൻ. ഇപ്പോൾ ടെൻഡറും കൊട്ടേഷനും പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇനി അവർ 1,200 റെഫ്രിജറേറ്ററാണ് അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരം മെറ്റീരിയൽ കോസ്റ്റിന് കുറച്ച് മാറ്റം സംഭവിക്കുന്നുണ്ട്, പിന്നീട് വേജസിന് മാറ്റമുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്യാം നമുക്ക്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ 1,200 റെഫ്രിജറേറ്റർ. ഇവിടെയും നമ്മൾ ടോട്ടൽ കോസ്റ്റ് കോളവും പിന്നീട് പെർ യൂണിറ്റ് കോളവും പ്രൊവൈഡ് ചെയ്യണം. കാരണം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അറിയാമല്ലോ. സോ ഫസ്റ്റ് വൺ ഇസ് മെറ്റീരിയൽ കോസ്റ്റ് എഴുതാം. പക്ഷേ മെറ്റീരിയൽ കോസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. നമുക്ക് ആകെപ്പാടെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ മെറ്റീരിയൽ കോസ്റ്റിനെക്കാട്ടിലും ഇത്തവണ 20% കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് പെർ യൂണിറ്റ് കോസ്റ്റ് അറിയാവോ, മെറ്റീരിയലിനെ നോക്കണം. അതറിയാമല്ലോ, കഴിഞ്ഞ വർഷത്തെ പെർ യൂണിറ്റ് കോസ്റ്റ് അറിയാമല്ലോ. മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 80 rupees ആണ്. 80 കാട്ടി 20% കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ചെയ്യുക. നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ 1,200 റെഫ്രിജറേറ്റർ കൊട്ടേഷൻ, അതായത് 1,200 റെഫ്രിജറേറ്ററിന് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ നേരം മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെയും. പഴയത് 80 rupees അല്ലായിരുന്നു, പ്ലസ് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, 20% കൂടെ കൂടുന്നു പറയുന്നത്. അപ്പോൾ 80യുടെ 20%, അതായത് 16. സോ പഴയ 80 പ്ലസ് ഇനി എത്രയും കൂടെ 16 rupees കൂടെ കൂടുമെന്ന് പറയുന്നത്. സോ ദ ന്യൂ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് വിൽ ബി 96 rupees. ഓക്കെ, ഇപ്പോൾ 96 കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാവുന്നതാണ്. പഴയ 80 ഇപ്പോൾ 20% കൂടെ അല്ലേ കൂടിയത്. അതായത് 100 എന്ന് പറയുന്നതാണ് ഹോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 20 കൂടെ കൂടുമ്പോൾ 100 + 20 120% ആണ് ഇപ്പോഴ്. അപ്പോൾ 80 × 120% 96. അങ്ങനെ സ്ട്രെയിറ്റ് അവേ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടി മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ ദി കൊട്ടേഷൻ
ഇസ് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ നേരം മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് പെർ യൂണിറ്റ് കോളം നമുക്ക് ഫില്ല് ചെയ്യാം 96. എന്നിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എഴുതാം. എന്ത് ചെയ്താൽ മതി? 96 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ കോസ്റ്റാണ്. എങ്കിൽ 1200 റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ കോസ്റ്റ് എത്ര ആയിരിക്കും? 1200 ടൈംസ് 96. ദെൻ യു വിൽ ഗെറ്റ് 1,15,200 റുപ്പീസ്. മെറ്റീരിയൽ കോസ്റ്റ് കിട്ടി. ഇനി അടുത്തത് എന്താണ് വേണ്ടത്? ഡിറക്റ്റ് വേജസ്. ഡിറക്റ്റ് വേജസിനും ഒരു ചേഞ്ച് പറയുന്നുണ്ട്. അവരെന്താണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ തവണത്തേക്കാളും ഇത്തവണ 5% ഇൻക്രീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് വേജസിന്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അറിയാമോ നമുക്ക്? പെർ യൂണിറ്റ് അറിയാമെങ്കിൽ അതാണ് എളുപ്പം. പെർ യൂണിറ്റ് അറിയാം. കഴിഞ്ഞ തവണത്തെ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിറക്റ്റ് വേജസ് പെർ യൂണിറ്റ് ഇസ് 120 റുപ്പീസ്. 120 റുപ്പീസിൽ നിന്ന് 5% കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. വർക്കിംഗ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. വേജസ് പെർ യൂണിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള വേജസ് എന്താ പറയുന്നത്? പ്രീവിയസിനെക്കാട്ടിലും 5% കൂടിയിട്ടുണ്ടെന്ന്. പ്രീവിയസ് കോസ്റ്റ് പെർ യൂണിറ്റ്, അത് വേജസ് പെർ യൂണിറ്റ് ഇസ് 120 പ്ലസ് 120യുടെ 5%. ദാറ്റ് ഈസ് 120യുടെ 5% എന്ന് പറഞ്ഞാൽ 6 രൂപയാണ് കിട്ടുന്നത്. സോ 120 പ്രീവിയസ് പ്രൈസ് പ്ലസ് 6 റുപ്പീസ്, ദെൻ ഇറ്റ് വിൽ ബി 126 റുപ്പീസ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ഇപ്പോൾ എത്ര ആവും? പണ്ട് 120 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ എത്ര രൂപ പേ ചെയ്യേണ്ടി വരും എന്നാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? 126 റുപ്പീസ് പെർ യൂണിറ്റ് പേ ചെയ്യേണ്ടി വരും. 126 അറൈവ് ചെയ്യാൻ വേറൊരു മാർഗ്ഗമുണ്ട്. എന്ത് ചെയ്താൽ മതി? പഴയതിനെക്കാട്ടി 5% അല്ലേ കൂടിയത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പഴയ ഫിഗർ 120 ഇൻറ്റു 105%, അതായത് 100 പ്ലസ് 5%, ദാറ്റ് ഇസ് 105%. അങ്ങനെ സ്ട്രെയിറ്റ് അവേ 126 കിട്ടും. ഇനി അത് ഏത് കോളത്തിൽ എഴുതുക? ഡിറക്റ്റ് വേജസിൻ്റെ പെർ യൂണിറ്റ് കോളത്തിൽ എഴുതുക. 126 റുപ്പീസ് ഫോർ 1 യൂണിറ്റ്. എങ്കിൽ 1200 റെഫ്രിജറേറ്റേഴ്സിന് എത്ര ആവും? സോ 1200 ടൈംസ് 126, ദാറ്റ് ഇസ് ഈക്വൽ ടു 1,51,200. നമുക്ക് മെറ്റീരിയൽ കോസ്റ്റും കിട്ടി, വേജസും കിട്ടി. ഡിറക്റ്റ് എക്സ്പെൻസ് ഒന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക? പ്രൈം കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റ് കെയിം ടു 2,66,400. പെർ യൂണിറ്റ് എന്ത് ചെയ്താൽ മതി? 96 പ്ലസ് 126, ദാറ്റ് ഇസ് 222. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 266,400 ഡിവൈഡഡ് ബൈ 1,200 ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും. ഏതാ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഇനി അടുത്തത് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അതേ പഴയതുപോലെ തന്നെയാണോ നോക്കണം. ഓക്കെ, മാനുഫാക്ചറിങ് കോസ്റ്റ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. അതായത് പണ്ട് മെറ്റീരിയലും വേജസിൻ്റെയും ഒരു പ്രൊപ്പോർഷനായിരുന്നു മാനുഫാക്ചറിങ് കോസ്റ്റായിട്ട് എടുക്കുക, അതായത് ഫാക്ടറി ഓവർഹെഡായിട്ട് എടുക്കുക. ആ പ്രൊപ്പോർഷൻ സെയിം തന്നെയാണ്. അത് മെറ്റീരിയലിനും വേജസിനും ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷനിൽ എന്തിനും മാറ്റം വരും എന്നാണ് പറയുന്നത്? മാനുഫാക്ചറിങ് വേജസിനും മാറ്റം വരും. നമുക്ക് പഴയ പ്രൊപ്പോർഷൻ എന്താണെന്ന് നോക്കാം. പ്രൊപ്പോർഷൻ സെയിം തന്നെ, അതിൽ ഇൻക്രീസും ഡിക്രീസും ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഫാക്ടറി ഓവർഹെഡ് കണ്ടുപിടിക്കണമെങ്കിൽ പഴയ പ്രൊപ്പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. പഴയ പ്രൊപ്പോർഷൻ എങ്ങനെ വരും? മാനുഫാക്ചറിങ് കോസ്റ്റ് പ്രൊപ്പോർഷൻ, അതായത് ഫാക്ടറി ഓവർഹെഡ് പ്രൊപ്പോർഷൻ ടു മെറ്റീരിയൽ ആൻഡ് വേജസുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ പഴയതിൻ്റെ 1000 റെഫ്രിജറേറ്റേഴ്സിനെ നോക്കുക. 1000 റെഫ്രിജറേറ്ററിൻ്റെ മെറ്റീരിയൽ ആൻഡ് വേജസ് എന്ന് പറയുന്നത് 2 lakh ആണ്. അത് നിങ്ങളുടെ കോസ്റ്റ് ഷീറ്റ് എടുത്ത് നോക്കണം 2 lakh ആണോ എന്ന്. നോക്ക്, നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിൽ മെറ്റീരിയലും വേജസും കൂടെ എത്ര വന്ന്? 2 lakh. അതായത് ടോട്ടൽ കോസ്റ്റ്. പെർ യൂണിറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പെർ യൂണിറ്റ് ആണെങ്കിൽ 200. ഓക്കെ, ടോട്ടൽ ആണെങ്കിൽ 2 lakh, പെർ യൂണിറ്റ് കോളമാണ് വേണമെന്നുണ്ടെങ്കിൽ 200. ഇനി എന്ത് ചെയ്യുക? പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി 2 lakh മെറ്റീരിയലും വേജസും 2 lakh ആകുമ്പോഴത്തേക്കും ഫാക്ടറി ഓവർഹെഡ് 50,000 ആണ്. 50,000. ഓക്കെ, ഫാക്ടറി ഓവർഹെഡ് അന്നത്തെ സമയത്ത് ഫാക്ടറി ഓവർഹെഡ് 50,000 ആയിരുന്നു. വേജസും മെറ്റീരിയലും കൂടെ 2 lakh ആയിരുന്നപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് 50,000 ആണ്. എന്ന് വെച്ചാൽ അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന്. 50,000 ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു 100 ഇസ് 25%. അതിൻ്റെ മീനിങ് എന്താണ്? മെറ്റീരിയൽ ആൻഡ് വേജസിൻ്റെ 25% സാധാരണമായി അവിടെ മാനുഫാക്ചറിങ് ഓവർഹെഡായിട്ട് വരാറുള്ളത്, ഫാക്ടറി ഓവർഹെഡായിട്ട് വരാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോഴത്തെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് മെറ്റീരിയലിൻ്റെയും വേജസിൻ്റെയും എത്ര %ആണ്? 25%. മെറ്റീരിയൽ ആൻഡ് വേജസ് ഞാനിവിടെ പെർ യൂണിറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ടോട്ടൽ കോസ്റ്റ് വേണമെങ്കിലും എഴുതാം. ഇപ്പോഴത്തെ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 222 റുപ്പീസ്. അതിൻ്റെ 25% ആണ്. മെറ്റീരിയൽ ആൻഡ് വേജസിൻ്റെ ടോട്ടലാണ് 222 പെർ യൂണിറ്റ്. അതിൻ്റെ
25% എന്തായിട്ട് വരാറുള്ളത്, ഫാക്ടറി ഓവർ ഹെഡായിട്ട് വരാറുള്ളത്. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ 55.50 പെർ യൂണിറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോട്ടൽ വെച്ചും ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ്ലി ടോട്ടലിൻ്റെ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, നോക്കാം. ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? മെറ്റീരിയൽ ആൻഡ് വേജസിൻ്റെ 25%. ഇവിടെ മെറ്റീരിയൽ ആൻഡ് വേജസ് എന്ന് പറയുന്നതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിന് 25%. ആ പെർസെൻറ്റേജ് കണ്ടെത്തിയാൽ മതി. പിന്നെ എളുപ്പമാണെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 22,66,400 25%, അതായത് 66,600 അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 222 25%, അതായത് 55.50. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ 55.50 നിങ്ങൾ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1200 റെഫ്രിജറേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 66,600 കിട്ടുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈസി അത് ചെയ്യാം. ആ രീതിയിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. ഇനി പ്രൈം കോസ്റ്റും വർക്ക് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പം പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 3,33,000 എന്നാണ്, അതായത് 1,200 റെഫ്രിജറേറ്ററിന്. എങ്കിൽ ഒരെണ്ണത്തിന് 277.50, 222 + 55.50, അതിങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അതിനെക്കുറിച്ച് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഇനി പറയുന്ന കാര്യം 2 ഐറ്റത്തിനെ 3 കാര്യങ്ങളാണ് ഇനി റിമൈൻഡ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സ്പെൻസുകളെല്ലാം വേരിയേഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് അത് ഫിക്സ് കോസ്റ്റ് ആവാം, അതുകൊണ്ടാണ് അതിന് വേരിയേഷൻ ഇല്ലാത്തത്. 1000 റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്താലും 1200 ചെയ്താലും കോസ്റ്റ് റിമെയിൻസ് സെയിം. അത് മിക്കവാറും ഫിക്സ് കോസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അത് സെയിം ആയിട്ട് നിൽക്കുന്നത്. പിന്നീട് ഒരെണ്ണം പറഞ്ഞു, സെല്ലിംഗ് എക്സ്പെൻസിൻ്റെ പെർ യൂണിറ്റിനും ചേഞ്ച് ഒന്നുമില്ല. ടോട്ടൽ സെല്ലിംഗ് എക്സ്പെൻസിനല്ല ചേഞ്ച് ഇല്ലാത്തത്, ഒരു യൂണിറ്റിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. പിന്നീട് പ്രോഫിറ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിനി എഴുതാൻ പോകുന്ന ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് അല്ല, അതിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല, പഴയത് തന്നെ ഇപ്പോഴും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൻ്റെ അടിയിൽ വരുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് സാലറി, അതായത് 60,000, റെൻ്റ് ആൻഡ് ഇൻഷുറൻസ് 10,000, ജനറൽ എക്സ്പെൻസ് 20,000. പിന്നീട് അതിൻ്റെ പെർ യൂണിറ്റും കണ്ടുപിടിക്കുക, പെർ യൂണിറ്റ് കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഡിവൈഡഡ് ബൈ 1,200 ആണ് ഇവിടെ ചെയ്യേണ്ടത്, കാരണം ഇത് 1,200 റെഫ്രിജറേറ്റർ അല്ലയോ. നമുക്ക് വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദാറ്റ് ഈസ് 4,23,000 rupees for 1,200. Then for 1 unit it came to 352 rupees, 352.50 rupees. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിൽക്കുകയാണ്. ഇവിടെയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഒന്നുമില്ല. നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലോട്ട് പോവാം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അവർ പറയുന്നത് സെല്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് സെയിം, അതായത് പഴയ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ നമുക്ക് പഴയ കോസ്റ്റ് പെർ യൂണിറ്റേ നോക്കാൻ പാടുള്ളേ. പഴയ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ കോളത്തിൽ എത്രയാണ്? പഴയ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 30. ഓക്കെ, 30 rupees പഴയ കോസ്റ്റ് പെർ യൂണിറ്റ്. അത് തന്നെയാണ് ഇപ്പോഴും. നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതാം. സെല്ലിംഗ് എക്സ്പെൻസ്, അതായത് പെർ യൂണിറ്റ് കോളർ ഫില്ല് ചെയ്യാവുള്ളൂ. 30 ആണ് ഒരു യൂണിറ്റ് എങ്കിൽ ഇപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ട്? പണ്ട് 1000 യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ട്? 1,200. ഇപ്പോൾ എന്ത് ചെയ്യണം? 1,200 × 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 36,000 rupees. അപ്പോൾ ഇവിടെ നോക്കി 36 അല്ലായിരുന്നു, ഇവിടെ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 30,000. കാരണം ഇവിടെ എത്ര റെഫ്രിജറേറ്ററേ ഉണ്ടായിരുന്നുള്ളൂ? 1000 റെഫ്രിജറേറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിന് 30 രൂപ വെച്ചാകുമ്പോൾ 30,000. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പെർ യൂണിറ്റ് സെയിം തന്നെ 30. പക്ഷേ എത്ര റെഫ്രിജറേറ്റർ ആയി? ഇപ്പം 1,200 റെഫ്രിജറേറ്റർ ആയതുകൊണ്ട് 36,000 rupees വന്നു. 1,200 × 30, ദാറ്റ് ഇസ് 36,000. ഇനി എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെല്ലിംഗ് എക്സ്പെൻസും കൂടെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് 4,59,000 for 1,200 റെഫ്രിജറേറ്റർ. എങ്കിൽ ഒന്നിന് 352 + 30, ദാറ്റ് ഇസ് 382.50. അല്ലാതുണ്ടെങ്കിൽ 4,59,000 ഡിവൈഡഡ് ബൈ 1,200 ചെയ്യണം. നമുക്ക് അതിനെക്കാട്ടി എളുപ്പം ഇത് ആഡ് ചെയ്തെടുക്കുന്നതാണ്. ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ്. സെല്ലിംഗ് എക്സ്പെൻസ് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റിന് യാതൊരുവിധ ചേഞ്ചും ഇല്ലെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതുകൊണ്ട് ആദ്യം പെർ യൂണിറ്റ് കോസ്റ്റ് എഴുതുക, എന്നിട്ടേ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ പാടുള്ളൂ? ടോട്ടൽ കോസ്റ്റ് ഫോർ ടോട്ടൽ സെല്ലിംഗ് എക്സ്പെൻസ് ഫോർ 1,200 റെഫ്രിജറേറ്റർ. ഓക്കെ, ഇനി ആയിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരെ കിട്ടി. ഇനി എന്താണ്? പ്രോഫിറ്റും വേണം, സെല്ലിംഗ് പ്രൈസും വേണം. ഈ 1,200 റെഫ്രിജറേറ്ററിൻ്റെ പ്രോഫിറ്റ് ഫിഗറും നമുക്കറിയില്ല, സെയിൽസ് ഫിഗറും നമുക്കറിയില്ല. അപ്പോൾ എന്ത് നോക്കും? എന്തെങ്കിലും ഹിൻറ്റ് തന്നിട്ടുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഹിൻറ്റ് ഉണ്ട്. എന്താ ഹിൻറ്റ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്നാണ് ഹിൻറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് മാർജിനാണ്.
അവിടെ മാർജിൻ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് 10% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 10% പ്രോഫിറ്റ്. അപ്പോൾ 100 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഹോൾ പോർഷൻ 100 വിൽ ബി ദ ഹോൾ പോർഷൻ, അതാണ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് ചെയ്യുക. പ്രോഫിറ്റ് 10% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 10 ഡിവൈഡ് ബൈ 100. ഇവിടെ 10 എന്ന് പറയുന്ന പ്രോഫിറ്റ്, 100 എന്ന് പറയുന്ന സെയിൽസ്. കാരണം profit is fixed on the basis of selling price. So sales will be 100. So S equals C plus P. അവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? നമുക്ക് പ്രോഫിറ്റ് 10 എന്ന് പറയാം, സെയിൽസ് 100 എന്ന് പറയാം. സോ സെയിൽസ് 100 അതറിയാം, പ്രോഫിറ്റ് 10 എന്ന് പറയാം. എങ്കിൽ കോസ്റ്റ് എത്ര ആയിരിക്കും? 100 മൈനസ് 10, ദാറ്റ് ഇസ് 90. ഓക്കെ, അപ്പോൾ സോ 100 ഇസ് ഈക്വൽ ടു 90 പ്ലസ് 10 എന്നാണ് നമ്മൾ അറൈവ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചിന്തിക്കേണ്ടത്? ഇതിൽ ഏതിൻ്റെ ഫിഗറാണ് നമുക്കറിയാവുന്നത്, ഏതിൻ്റെ എമൗണ്ട് ആണ് നമുക്കറിയാവുന്നത്? സെയിൽസിൻ്റെ ആണോ, പ്രോഫിറ്റിൻ്റെ ആണോ, കോസ്റ്റിൻ്റെ ആണോ? നിങ്ങൾ കോസ്റ്റ് ഷീറ്റിലോട്ട് നോക്കുക. എന്താ നമുക്കറിയാവുന്നത്? നമ്മളിത് ഇവിടെ വന്ന് നിൽക്കുകയാണ് ടോട്ടൽ കോസ്റ്റിൽ. നമുക്കറിയാവുന്ന ഫിഗർ ഏത് മാത്രമേ ഉള്ളൂ? കോസ്റ്റ് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ കോസ്റ്റിൻ്റെ ഫിഗർ നമുക്കറിയാം എങ്കിൽ പ്രോഫിറ്റ് എത്ര, അല്ലെങ്കിൽ എങ്കിൽ സെയിൽസ് എത്ര, അങ്ങനെ ചിന്തിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4,59,000. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോട്ടൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ പെർ യൂണിറ്റ് വെച്ച് ചെയ്യാം. പെർ യൂണിറ്റ് വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ പെർ യൂണിറ്റ് ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. അതിനെ നിങ്ങൾ ടോട്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 90%. 90% അത് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 90 എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ പെർ യൂണിറ്റ് ആണ് എഴുതുന്നത്, പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. 90 എന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത് 382.50 റുപ്പീസാണ്. ഓക്കെ, കോസ്റ്റ് പെർ യൂണിറ്റ്. എങ്കിൽ 10% പ്രോഫിറ്റ് എത്രയാണ്? ദെൻ യു വിൽ ഗെറ്റ് 42.50 പെർ യൂണിറ്റ്. സോ പ്രോഫിറ്റ് ഇസ് 42.50 ഫോർ 1 യൂണിറ്റ്. പെർ യൂണിറ്റ് കോളത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് എന്ത് ചെയ്യണം? അതിനെ 1200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏത് കോളത്തിലോട്ട് എഴുതണം? കോസ്റ്റ് കോളത്തിലോട്ട് എഴുതുക. അത് ഫസ്റ്റ് കോളത്തിലോട്ട് എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് കോളത്തിൽ ഫിഗറാണ് കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൽ മതി? 90% എന്ന് പറയുന്ന കോസ്റ്റാണ്. ആ ഫിഗറല്ലേ നമുക്ക് അറിയാവുന്നത്. അതെന്ന് പറയുന്നത് 4,59,000 റുപ്പീസാണ് കോസ്റ്റ്. ദെൻ ഹൗ മച്ച് ഇസ് പ്രോഫിറ്റ്? പ്രോഫിറ്റായ 10% എത്രയാണ്? യു വിൽ ഗെറ്റ് 51,000 റുപ്പീസ്. അപ്പം ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. പ്രോഫിറ്റ് എന്ന് പറയുന്ന 42.50 കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 51,000 എത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക? ഈ 51,000 കണ്ടുപിടിച്ചിട്ട് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 51,000 ഡിവൈഡഡ് ബൈ 1200, ദാറ്റ് ഇസ് 42.50. കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് ഫിഗർ കിട്ടും. അപ്പോൾ ഇതാണ് ടെൻഡർ ഓർ കൊട്ടേഷൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഇൻഫർമേഷനായിട്ട് തന്നിരിക്കുന്നത്. ഇത് ബേസ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും കോസ്റ്റ് ഷീറ്റിലോട്ട് പോകുന്ന ഇൻകോ എക്സ്പെൻസും എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് യു നീഡ് ടു പ്രിപ്പയർ എ ബേസ് കോസ്റ്റ് ഷീറ്റ്. പിന്നീട് ഈ ബേസ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പഠിച്ചത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, P&L അക്കൗണ്ടിൽ വരുന്ന, ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൽ വരുന്ന എല്ലാ എക്സ്പെൻസുകളും ഇൻകവും നമ്മൾ എവിടോട്ട് കൊണ്ടുപോകില്ല എന്ന് ഓർത്തോണം? കോസ്റ്റ് ഷീറ്റിലോട്ട് കൊണ്ടുപോകില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെയാണെന്ന്. ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസെറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസെറ്റ്, അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ P&L അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ എടുത്ത് എവിടോട്ട് കൊണ്ടുപോകാൻ പാടില്ല? കോസ്റ്റ് ഷീറ്റിലോട്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് എപ്പോഴും കോസ്റ്റ് ഷീറ്റ് റിവീൽ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിവീൽ ചെയ്യുന്ന പ്രോഫിറ്റും സെയിം ആവണമെന്നില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരുപോലല്ല ഇൻകോ എക്സ്പെൻസും റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാ P&L എടുക്കുന്ന എല്ലാ എക്സ്പെൻസുകളും എവിടെ എടുക്കണമെന്നില്ല? കോസ്റ്റ് ഷീറ്റിൽ എടുക്കണമെന്നില്ല. കോസ്റ്റ് ഷീറ്റിൽ എടുക്കുന്ന എല്ലാ ഇൻകോ എക്സ്പെൻസും P&L വരണമെന്നില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും റിവീൽ ചെയ്യുന്ന പ്രോഫിറ്റ് എപ്പോഴും സെയിം ആവണം എന്നില്ല, ഡിഫറെൻ്റ് ആവാം. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയില്ല. കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന എല്ലാ ഇൻഫർമേഷനും P&L അക്കൗണ്ടിലും എഴുതാവുന്നതാണ്, കോസ്റ്റ് ഷീറ്റിലും. അതുകൊണ്ട് പ്രോഫിറ്റിന് ഇവിടെ വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചോണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.